ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പ്രിപ്പറേഷൻ ഒരു ഫിഷ് കട്ട്ലേറ്റ് ആണ്. ക്ലീൻ ചെയ്ത് നുറുക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് 900 ഗ്രാംസ് ഉണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നു, 1 ടീസ്പൂൺ ഉപ്പ് ഇപ്പോൾ ചേർക്കുന്നു, കാശ്മീരി ചില്ലി പൗഡർ ½ ടീസ്പൂൺ ചേർത്തു, ½ കപ്പ് വെള്ളം ആഡ് ചെയ്യുന്നു. മിക്സ് ചെയ്യുക. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ അടച്ച് കുക്ക് ചെയ്യുക. 5 മിനിറ്റ്സ് കഴിയുമ്പോൾ തുറന്ന് മിക്സ് ചെയ്യുക. വീണ്ടും കവർ ചെയ്ത് കുക്ക് ചെയ്യുക. 15 മിനിറ്റ്സ് കൊണ്ട് ഫിഷ് നല്ലതുപോലെ വെന്ത് കിട്ടും. കൂടുതലായിട്ട് ചാറുണ്ടെങ്കിൽ അത് ശരിക്ക് വറ്റിച്ചെടുക്കണം. അതിനുശേഷം തണുക്കാൻ വയ്ക്കുക. ക്ലീൻ ചെയ്ത് നുറുക്കിയ പൊട്ടറ്റോ ഇത് 450 ഗ്രാംസ് ഉണ്ട്. അതിലേക്ക് ½ ടീസ്പൂൺ സോൾട്ട് ചേർക്കുന്നു, 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, 1 കപ്പ് വെള്ളം ആഡ് ചെയ്യുന്നു. കവർ ചെയ്ത് കുക്ക് ചെയ്യുക. വഴറ്റി ചേർക്കാനുള്ള ഐറ്റങ്ങളാണ് ഇരിക്കുന്നത്. പാനിൽ ഓയിൽ ചൂടായപ്പോൾ 1.5 ടേബിൾ സ്പൂൺ ഗാർലിക് ആൻഡ് 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ചേർക്കുന്നു. പച്ചമുളക് നുറുക്കിയത് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നു. ഫ്രഷ് കറി ലീഫ് നുറുക്കിയത് 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്. ഈ കൂട്ട് അല്പം വഴലുമ്പോൾ 1.5 കപ്പ് ഒണിയൻ ചോപ്പ് ചെയ്ത് ചേർക്കുക. നല്ലതുപോലെ വഴറ്റുക. കളർ മാറണമെന്നില്ല. ഒരു ഫോർക്ക് ഉപയോഗിച്ച് പൊട്ടറ്റോ ഇങ്ങനെ മാഷ് ചെയ്യുക. ഈ കൂട്ട് വഴന്നിട്ടുണ്ട്. ഇത് റെഡ് ഒണിയനാണ് ഞാൻ യൂസ് ചെയ്തത്, അതുകൊണ്ടാണ് ഇതിങ്ങനെ കളർ മാറിയിരിക്കുന്നത്. മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ അതിലേക്ക് ചേർക്കുന്നു. നല്ലതുപോലെ മിക്സ് ചെയ്യുക. പൊടിച്ചു വെച്ചിരിക്കുന്ന ഫിഷാണിത്. ഇത് കൂട്ടിലേക്ക് ചേർത്ത് നല്ലതുപോലെ വഴറ്റണം. 1 ടീസ്പൂൺ ഗരം മസാല ഈ കൂട്ടിലേക്ക് ചേർക്കുന്നു. ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കുക. കൂട്ട് തണുക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറേ ബോളുകൾ ഉണ്ടാക്കി വയ്ക്കുക. ഇങ്ങനെ ബോൾ ആക്കിയതിന് ശേഷം കൈവെള്ളയിൽ വെച്ച് ഇങ്ങനെ ഫ്ലാറ്റ് ആക്കുക. കട്ട്ലേറ്റിൻ്റെ ആവശ്യത്തിലേക്കായിട്ട് 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്യണം. അതിൻ്റെ ആവശ്യത്തിനുള്ള ബ്രെഡ് ക്രംസ് ആണിത്. ആക്കിയതിന് ശേഷം ഈ മുട്ടയുടെ മിക്സിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലിടണം. ബോത്ത് സൈഡ് നല്ലതുപോലെ മുട്ട പുരട്ടുക. ഉപയോഗിച്ച് ബ്രെഡ് ക്രംസിലേക്ക് ഇടുക. ക്ലീനാക്കി മാറ്റി പ്ലേറ്റിൽ വയ്ക്കുക. ഒന്നുകൂടെ ചെയ്യുന്നു. മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ ബ്രെഡ് ക്രംസ് ഇടുന്നതാണ് ഒന്നുകൂടെ ക്ലീൻ ആയിട്ടുള്ളത്. പാനിൽ ഓയിൽ ചൂടാകുമ്പോൾ ഓരോന്ന് ഇങ്ങനെ ഇടുക. കനോള ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തിടുക. ഇങ്ങനെ ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ കോരിയെടുക്കുക. ഫിഷ് കട്ട്ലേറ്റ് റെഡി. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.